അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട്. കാരണം എന്താണെന്ന് ഞാൻ കമ്മ്യൂണിറ്റി പോളിലൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ഇനി മുതൽ വീഡിയോ ഇടാൻ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ കണ്ടന്റ് എന്ന് പറയുന്നത് വാട്സപ്പിൽ നമ്മളെ എളുപ്പത്തിന് ചാറ്റ് സ്ക്രീൻഷോട്ട് കട്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിപ്പോൾ ഗ്രൂപ്പിലാണെങ്കിലും നമ്മളെ പേഴ്സണൽ ചാറ്റിലാണെങ്കിലും നമുക്ക് ഹോം സ്ക്രീനിൽ ഒന്നല്ലെങ്കിൽ നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പിൽ നമ്മളെപ്പോഴും ചാറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പായാലും മതി, അതിൻ്റെ ഷോർട്ട് കട്ട്, അതായത് നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടി ആ ഗ്രൂപ്പിൻ്റെ ഒരു ഷോർട്ട് കട്ട് നമ്മളെ ഹോം സ്ക്രീനിൽ വാട്സപ്പിൽ നിന്ന് തന്നെ ഡയറക്റ്റ് തന്നെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഷോർട്ട് കട്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഹോം സ്ക്രീനിൽ. അത് എങ്ങനെയെന്നാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. ഇതറിയാനുള്ള ഒരുപാട് സുഹൃത്തുക്കൾ കാണും, അറിയാത്ത സുഹൃത്തുക്കൾക്ക് മാത്രം ചെയ്യുന്ന വീഡിയോ ആണിത്. ഇത് വളരെ എളുപ്പമാണ്, ഇത് അറിയാതെ പോകരുത്, ഇത് വളരെ എളുപ്പമാണ്. അപ്പോൾ അറിയുന്ന ആളാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അവനോടാത്തവരാണെങ്കിലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. അപ്പോൾ പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം രണ്ട് ചാനൽ ബെല്ലൈക്കൺ അവിടെ കാണാൻ സാധിക്കും, രണ്ടും ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ആളെന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇന്ന് ഇതുപോലത്തെ ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് സമയം കളയാതെ എങ്ങനെയാണ് ഹോം സ്ക്രീനിൽ ഗ്രൂപ്പിൻ്റെ ആയാലും അല്ലെങ്കിൽ പേഴ്സണൽ ചാറ്റിൻ്റെ ആയാലും സ്ക്രീൻഷോട്ട് എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടി സ്ക്രീൻഷോട്ട് കട്ട് ആഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ചാറ്റ് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ചാറ്റ് എടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്തിട്ട് എടുക്കാം. ഗ്രൂപ്പിലാണെങ്കിലും പേഴ്സണൽ ചാറ്റിലാണെങ്കിലും ഞാനത് കൃത്യമായി കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് വീഡിയോ സ്കിപ്പ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തു. ആദ്യം ഞാൻ പേഴ്സണൽ ചാറ്റിലാണ് കാണിക്കുന്നത്. ഒരാളെ പേഴ്സണൽ ചാറ്റ് എടുക്കുകയാണ്. ഇത് നമ്മൾ തന്നെയുള്ള ഒരു പേഴ്സണൽ ചാറ്റാണ്. ഇതുപോലെ ഏത് ചാറ്റ് എടുത്താലും നിങ്ങൾക്ക് ഇത് കിട്ടുകയാണ്. ഇത് ഗ്രൂപ്പ് ചാറ്റാണ്. ഒരു പേഴ്സണൽ ചാറ്റിൽ കാണിച്ചു തരാം. ഞാനിപ്പോൾ സെർച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സെർച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അവിടെ ആരെയാണോ നിങ്ങൾക്ക് ഹോം സ്ക്രീനിൽ ഫേവറേറ്റ് ആയിട്ട് ആഡ് ചെയ്യേണ്ടത് സെർച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് അയാൾ പേര് കാണാൻ സാധിക്കില്ല. അവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഡ് ടു ഷോർട്ട് ലിസ്റ്റ്, ആർച്ചീവ് ചാറ്റ്, അങ്ങനെ കുറേ ഓപ്ഷനൊക്കെ കാണും. ഇവിടെ നമുക്ക് ആഡ് ചാറ്റ് സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ആദ്യം തന്നെ ആഡ് ചാറ്റ് സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ പേരും എല്ലാം അവിടെ കാണാൻ സാധിക്കും. ഇവിടെ ആഡ് ചെയ്യട്ടെ എന്ന് ചോദിക്കും. ഈ ഓപ്ഷൻ ഒന്ന് കൊടുക്കുക. ആഡ് ഓട്ടോമാറ്റിക്കലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആരെയാണോ ആഡ് ചെയ്തത് അവർ നിങ്ങളെ ഹോം സ്ക്രീനിൽ ഒരു ആഡായിട്ട് കിടപ്പുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് അവരുടെ ചാറ്റിലേക്ക് വാട്സപ്പ് തുറക്കാതെ തന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഒരാളെ എനിക്ക് ഹോം സ്ക്രീനിൽ എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടി ചാറ്റ് സ്ക്രീൻഷോട്ട് പോലെ ഞാൻ ഇപ്പോൾ ആഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് ഒരു പേഴ്സണൽ ചാറ്റാണ്. ഇത് സെർച്ച് ചെയ്ത് ഞാൻ എടുത്തതാണ്. ഇനി സെർച്ച് ചെയ്യാതെ നിങ്ങൾക്ക് ഇങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ശേഷം അതെങ്ങനെയാണ് വേണ്ടെന്നുണ്ടെങ്കിൽ മാറ്റേണ്ടതെന്ന് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട്. സെർച്ച് ചെയ്യാത്ത ഒരു പേഴ്സണൽ ചാറ്റ് ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. സെർച്ച് ചെയ്യാത്ത ഒരു പേഴ്സണൽ ചാറ്റ് ആണെങ്കിൽ അതിലും വലിയ വ്യത്യാസമൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഈ പേഴ്സണൽ ചാറ്റാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് നിങ്ങളെ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആദ്യം തന്നെ ആഡ് ചാറ്റ് സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ആദ്യം തന്നെ നേരത്തെ പോലെ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരെയാണ് ആഡ് ചെയ്യേണ്ടത്, ആഡ് ഓട്ടോമാറ്റിക്കലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ആ ആളെ നിങ്ങൾ ആഡ് ചെയ്ത ആളും ഇവിടെ ഹോം സ്ക്രീനിൽ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സെർച്ച് ചെയ്യുകയാണെങ്കിൽ സെർച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ പേഴ്സണൽ ചാറ്റ് ആണെങ്കിൽ സെർച്ച് ചെയ്തെടുക്കാം. സെർച്ച് ചെയ്തെടുത്താൽ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. നേരത്തെ സെർച്ച് ചെയ്ത് എടുത്തതുപോലത്തെ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചാറ്റ് സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
അത് ജസ്റ്റ് ആഡ് ഓട്ടോമാറ്റിക്കലി എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഹോം സ്ക്രീനിലോട്ട് വാട്സപ്പ് ഫേവററ്റ് ചാറ്റുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നതാണ്. അങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യുന്നതാണ്. ഇനി ഒരു ഗ്രൂപ്പ് സെർച്ച് ചെയ്യുക, ഗ്രൂപ്പിലാണെങ്കിലും ഗ്രൂപ്പ് സെർച്ച് ചെയ്തെടുത്താലും ഇല്ലെങ്കിലും ഇങ്ങനെയാണ്. ഇനി ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതായത് സെർച്ച് ചെയ്തെടുക്കാത്ത ഒരു ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അത് ലോങ് പ്രസ് ചെയ്യുന്നതിന് ശേഷം 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ഇവിടെ ആഡ് ചാറ്റ് സ്ക്രീൻഷോട്ട് അത് രണ്ടാമത്തെ ഓപ്ഷനായിട്ടാണ് കിടക്കുന്നത്. അത് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ആഡ് ഓട്ടോമാറ്റിക്കലി എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് എത്ര ഗ്രൂപ്പാണ് നിങ്ങൾ ആഡ് ചെയ്തത്, ഗ്രൂപ്പാണോ പേഴ്സണലായിട്ടാണോ ആഡ് ചെയ്തത്, അത് ജസ്റ്റ് നിങ്ങൾ ഹോം സ്ക്രീനിൽ എവിടെയെങ്കിലും ഉണ്ടാവും. ഇതുപോലെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എളുപ്പത്തിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യാതെ എടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ചാറ്റ് ആഡ് ചെയ്ത ചാറ്റ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനും സാധിക്കുന്നതാണ്. അതിനായിട്ട് ഞാനിപ്പോൾ ഹോം ലേഔട്ട് സ്ക്രീനിൽ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ലോക്ക് ചെയ്തിട്ടിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുമല്ല. ലോക്ക് ചെയ്യാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിമൂവ് എന്ന ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ റിമൂവ് ചെയ്ത് കളയുന്നതാണ്. വേണ്ടാത്തവരെ ഇതുപോലെ റിമൂവ് ചെയ്ത് കളയാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും ഒരു ഗ്രൂപ്പ് ആണെങ്കിലും പേഴ്സണൽ ചാറ്റ് ആണെങ്കിലും സെർച്ച് ചെയ്തിട്ടും ചെയ്യാതെയും നിങ്ങൾക്ക് ഹോം സ്ക്രീനിലേക്ക് അവരെ എളുപ്പത്തിൽ ആഡ് ചെയ്തിട്ട് എളുപ്പത്തിൽ അവരുമായിട്ട് ചാറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് അറിയാമെന്നുള്ള ഒരുപാട് സുഹൃത്തുക്കൾ കാണും. അറിയുന്ന ആളാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അറിഞ്ഞൂടാത്തവരാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്തിരിക്കുക. കാരണം അറിയാത്ത സുഹൃത്തുക്കൾക്ക് ഇത് ഉപകാരമാകും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാത്തരം ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ, നമുക്ക് ജോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ചാനലിൻ്റെ ബെല്ലൈക്കൺ അവിടെ കാണാൻ സാധിക്കും. ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇതുപോലത്തെ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണാൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അറിയുന്ന ആളാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും അറിഞ്ഞിടാത്തവരാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. അതുവരേക്കും ബൈ ആൻഡ് ഗുഡ് നൈറ്റ്. ചാറ്റ്.